ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ്. വെരിലോഗിൻ്റെ ഒരു ഫെമിലറൈസേഷനും അതിൻ്റെ ടൂളിനകത്ത് നമ്മളൊരു പ്രോഗ്രാം എങ്ങനെ റണ്ണ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ വിവാഡോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അധികം തിയറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് വെരിലോഗ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. നമുക്ക് വെരിലോഗിനകത്ത് പ്രോഗ്രാമിങ്സ് ചെയ്യാം. ഇതുപോലെയുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് വെരിലോഗ് പ്രോഗ്രാമിൽ ചെയ്തിട്ട് സിമുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് അവൈലബിൾ ആണ്. അതായത് ഗേറ്റ് ലെവൽ, ഡാറ്റ ഫ്ലോ, ബിഹേവിയറൽ, സ്ട്രക്ചറൽ, അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. പല മെത്തേഡിൽ നമുക്ക് ഈ വെരിലോഗ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കാണാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഗേറ്റ്സ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെക്ചറിൽ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു വിവാഡോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈലിങ്സിൻ്റെ തന്നെ ഒരു ടൂളാണിത്. സോ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് വിവാഡോ സൈലിങ്സ് ഡൗൺലോഡ്, അങ്ങനെ വിവാഡോ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സൈലിങ്സ് ഇപ്പോൾ AMDയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഈ ഒരു AMDയുടെ സൈറ്റിലേക്കാണ് പോവുക. അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 2023 വേർഷൻ തന്നെയാണ്. ഇതിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ഇൻസ്റ്റാളറാണ്. നമ്മൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാതെ നെറ്റിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ മൂന്നാമതായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് അവൈലബിൾ ആണ്. ഇത് കുറച്ച് സൈസ് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അറൗണ്ട് 104 GB സൈസ് അതിൽ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് AMDയുടെ ഒരു അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇമെയിൽ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൽ തന്നെയുള്ള ഒരു ഫ്രീ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ഫയലാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. സോ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഇതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നമുക്ക് വിവാഡോ ആണ് വേണ്ടത്. സോ വിവാഡോ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വിവാഡോ ML സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് സിമുലേഷനും ഒക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ അതിൽ കിട്ടും. അതുകൊണ്ട് ഈ വേർഷനാണ് നമുക്ക് വേണ്ടത്. ദെൻ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജസുകൾ നമുക്ക് കാണാം. നമുക്കിതിലെല്ലാം ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഏതെങ്കിലും ഒരു ഡ്രൈവർ മസ്റ്റായിട്ട് ഇതിൽ വേണം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. യൂസർ എഗ്രിമെൻറ്റ്സുകളെല്ലാം എഗ്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു ബേസിക് ഇൻസ്റ്റാളേഷൻ മെത്തേഡ് തന്നെയാണ് നമുക്കിതിൽ വരുന്നത്. അതിൽ നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ചില അഡീഷണൽ പാക്കേജസ് ഒക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അതൊക്കെ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് സാധാ പ്രോസസ്സിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിരിക്കും. സോ ഞാനിത് ഓൾറെഡി ഇതിനകത്ത് ചെയ്തതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാനിത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ വിവാഡോ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിൻഡോ ആണ് നമുക്കിവിടെ വരിക. സോ നമ്മുടെ ആദ്യം ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്വിക്ക് സ്റ്റാർട്ടിൽ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ലിങ്ക് അവൈലബിൾ ആണ്. ഇതല്ലെങ്കിൽ നമുക്കിവിടെ ഫയലിൽ പ്രൊജക്റ്റിനകത്ത് ന്യൂ എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പ്രൊജക്റ്റിൻ്റെ പേര് എന്താണോ പ്രൊജക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് ചെയ്യേണ്ടത് അവിടെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിനകത്താണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് RTL പ്രൊജക്റ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ഞാനിവിടെ ഡു നോട്ട് സ്പെസിഫൈ സോഴ്സ് അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നത് ടിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാതെ പിന്നീട് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ
നെക്സ്റ്റ് കൊടുക്കുക. സോ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു ഏതൊരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. സോ അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഹാർഡ്വെയർ ഏതാണോ അത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഹാർഡ്വെയറിൻ്റെ കണക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സിമുലേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബോർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യാതെ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഏതെങ്കിലും ഒരു ബോർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തെന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഇതുപോലെ ഓപ്പണായി വരികയാണ് ചെയ്യുക. സോ അതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സൊക്കെ അവിടെ നടക്കുകയാണ്, അത് അപ്ഡേറ്റിംഗ് ആണ് നടക്കുന്നത്. സോ ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് വരുന്ന ഫോൾഡേഴ്സാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ നോക്കിയാൽ ഡിസൈൻ സോഴ്സസ്, കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ ഈ ഫോൾഡേഴ്സിനകത്തേക്കാണ് അസൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിനകത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആഡ് സോഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ സോഴ്സിൻ്റെ അവിടെ ആഡ് സോഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലസ് സിമ്പിൾ അവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ ആഡ് ഓർ ക്രിയേറ്റ് ഡിസൈൻ സോഴ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. സോ ഇവിടുന്ന് നമുക്ക് ആ ഒരു സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ക്രിയേറ്റ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടത് വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെരിലോഗാണ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഫയൽ നെയിം ഞാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. സോ നോട്ട് ഗേറ്റ് തന്നെ നമുക്കവിടെ ചെയ്യാം. സോ അതുകൊണ്ട് ഞാൻ not_gate എന്നാണ് അതിൻ്റെ പേര് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഏതൊരു പ്രോഗ്രാമിങ്ങിലും ഫയലിൻ്റെ നെയിം കൊടുക്കുന്ന സമയത്ത് സ്പേസ് കൊടുക്കാതെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേരുകൾ കൊടുക്കാതിരിക്കുക. ഇതുപോലെ നോട്ട് ഗേറ്റ് ആണെങ്കിൽ ജസ്റ്റ് നോട്ടെന്ന് മാത്രം കൊടുക്കാതിരിക്കുക. സോ നോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ടൂളിനകത്ത് ഉണ്ടാവുന്ന സ്റ്റാൻഡേർഡ് ഫോമുകളായിരിക്കും. നോട്ട് ഗേറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരുകളായിരിക്കാം. സോ നമ്മളുടെ പ്രോഗ്രാമും അതുമായിട്ട് കൺഫ്യൂഷൻ വന്നിട്ട് ചിലപ്പോൾ എറർ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും പേര് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു എക്സെപ്ഷനായിട്ട് നിൽക്കുന്ന ഒരു പേര് കൊടുക്കുക. എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പേരുമായിരിക്കണം. അതുപോലെ തന്നെ സ്പേസ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അണ്ടർസ്കോഴ്സുകൾ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നോട്ട് ഗേറ്റ് എന്നാണ് പേര് കൊടുത്തത്. ദെൻ ക്ലിക്ക് ഓക്കെ. സോ ഇപ്പോൾ എനിക്ക് അവിടെ ഒരു സോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഫിനിഷ് കൊടുക്കുകയാണ്. സോ ഫിനിഷ് കൊടുക്കുന്ന സമയത്ത് ഡിഫൈൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും കൊടുക്കാം. ഇവിടുന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ഓക്കെ കൊടുത്തതിന് ശേഷം പ്രോഗ്രാം എഴുതുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ ഇതിൽ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നോട്ട് ഗേറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ ഇൻപുട്ടാണ് വരുന്നത് അല്ലേ, അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. സോ ഞാൻ ജസ്റ്റ് എ എന്ന് പറയുന്നത് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്, അതുപോലെ വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുകയാണ്. സോ സെക്കൻഡ് കോളത്തിൽ വൈയിൽ ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഔട്ട്പുട്ടായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ എ എന്ന് പറയുന്ന ഇൻപുട്ട്, വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഡിസൈൻ സോഴ്സിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫയൽ നമുക്കിവിടെ കാണാം. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇതിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സെക്ഷനാണ്, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഫയൽ എന്ന് പറയുന്നത്. സോ ഇതിലെ ടെക്സ്റ്റ് കുറച്ച് സ്മോളാണ്, ഞാനതൊന്ന് ജസ്റ്റ് വലുതാക്കാം. സോ ടൂൾസിൽ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ ഫോൺസ് ആൻഡ് കളർ അവൈലബിൾ ആണ്. ഇവിടുന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കൂട്ടുകയാണ്. സോ 20 കൊടുക്കാം, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. സോ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് കാണുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഒരു വെരിലോഗ് പ്രോഗ്രാമിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോ നമ്മൾ കൊടുത്ത ആ ഒരു പ്രോഗ്രാം മൊഡ്യൂളിൻ്റെ പേര് not_gate എന്ന് പറയുന്നത് ഇതുപോലെ കാണാം. മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു കീവേഡിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആവുന്നുണ്ട്.
അതിനകത്താണ് നമ്മൾ ഇൻപുട്ട്സ് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ കഴിഞ്ഞിട്ട് എൻഡ് മൊഡ്യൂൾ എന്നാണ് കാണുന്നത്. ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എൻഡ് മൊഡ്യൂളിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഓക്കെ, സോ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ മോഡലിംഗ് ആണ്. സോ സ്ട്രക്ചറൽ മോഡലിംഗ് ആണെന്ന് ജസ്റ്റ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കമൻറ്റ് ചെയ്യാണ്. // ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കമൻറ്റിനകത്തുള്ളതൊന്നും നമുക്ക് റൺ ആവില്ല. ഏതൊരു പ്രോഗ്രാമിങ്ങിലും നമുക്ക് കമൻറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പ്രോഗ്രാം എന്താണോ അത് നമുക്ക് എഴുതാം. സോ സ്ട്രക്ചറൽ എന്ന് പറയുന്നത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക സാധാരണ ഗേറ്റുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വെരിലോഗ് പ്രോഗ്രാമിങ്ങിനകത്ത് ബേസിക് ഗേറ്റ്സുകൾ അതേ പേരിൽ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കീവേഡ് യൂസ് ചെയ്യാം. ഓർ ഗേറ്റ് ആണെങ്കിൽ ഓർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കീവേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നോട്ട് ഗേറ്റ് തന്നെയാണ്. സോ നോട്ട് എന്നുള്ള കീവേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് കൊടുക്കുക. സോ ഫണ്ടമെൻ്റലി നമ്മളെപ്പോഴും വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഔട്ട്പുട്ടാണ് കൊടുക്കുക, ദെൻ ഇൻപുട്ടാണ് കൊടുക്കുക. സോ നമുക്കിവിടെ y എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് a ആണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളവിടെ അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളവിടെ സെമിക്കോളൻ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സെമിക്കോളൻ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എറർ കാണിക്കും. സോ അത് നമ്മൾ കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് സേവ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇത് സിമുലേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സോ സിമുലേറ്റ് ചെയ്യുന്നതിന് പല മെത്തേഡുകൾ നമുക്കുണ്ട്. ടെസ്റ്റ് ബെഞ്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാം എഴുതിയതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം നമ്മൾ എഴുതും. ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുത്ത് അത് റൺ ചെയ്യാണ് ചെയ്യുക. സോ നമുക്കവിടെ ആദ്യം ഈ ടെസ്റ്റ് ബെഞ്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ പ്രോഗ്രാം ചെയ്തു, അതിനുശേഷം നമ്മളിത് റണ്ണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ബെഞ്ച് എഴുതുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ ഇവിടെ ആഡ് സോഴ്സിനകത്ത് വരികയാണ്. ആഡ് സോഴ്സിൽ വന്നിട്ട് ഇവിടെ ആദ്യം നമ്മൾ എടുത്തിരുന്നത് ആഡ് ഓർ ക്രിയേറ്റ് ഡിസൈൻ സോഴ്സ് ആയിരുന്നു. അതിന് പകരം ഇവിടെ ആഡ് ഓർ ക്രിയേറ്റ് സിമുലേഷൻ സോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ഫയൽ കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ബെഞ്ചിനൊരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നോട്ട് ഗേറ്റ് ആയതുകൊണ്ട് നോട്ട് ഗേറ്റ് ദെൻ TB എന്ന് കൊടുക്കുകയാണ്. ടെസ്റ്റ് ബെഞ്ചിൻ്റെ ഷോർട്ട് ഫോമായിട്ട് TB എന്നുള്ള പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് ഓക്കെ കൊടുക്കുന്നു, ഫിനിഷ് കൊടുക്കുന്നു. സോ ഇത് ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പം ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമുക്ക് സിമുലേഷൻ സോഴ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ sim1 എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ബെഞ്ച് ഇവിടെ കാണാം. സോ ടെസ്റ്റ് ബെഞ്ച് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഫയൽ ഓപ്പൺ ആയി വരും. ഇതൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മളുടെ ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് ബെഞ്ച് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ മൊഡ്യൂളിന് മുമ്പിലായിട്ട് ഞാൻ ഇൻപുട്സുകളും ഔട്ട്പുട്ടുകളും കൊടുക്കുകയാണ്. ടെസ്റ്റ് ബെഞ്ചിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇൻപുട്ടുകൾ രജിസ്റ്റർ ആയിട്ടാണ് കൊടുക്കുക. സോ REG എന്നുള്ളതാണ് അതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. ദെൻ A ആണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, സോ A കൊടുത്തു. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത് വയേഴ്സ് ആയിട്ടാണ് കൊടുക്കുക. സോ ഈ രജിസ്റ്റർ വയർ എന്ന് പറയുന്നതൊക്കെ നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. സോ ഇവിടെ വയറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഔട്ട്പുട്ട് വയറായിട്ട് ഞാൻ അവിടെ കൊടുത്തു. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ നമ്മളുടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതിലേക്ക് ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യുന്നത് ഈ പേര് നമ്മളുടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ പേര് അതുപോലെ കോപ്പി ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് ഞാനിവിടെ കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യണം എന്നുള്ളതാണ്. സോ അതിന് നമ്മളെപ്പോഴും ഒരു പേര്, നമുക്ക് ഈ ഒരു നോട്ട് ഗേറ്റ് എത്ര തവണ വേണമെങ്കിലും ടെസ്റ്റ് ബെഞ്ചിൽ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. സോ അതിനൊരു പേര് നമ്മളവിടെ കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് അവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് N1 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം
ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈയുമാണ്. സോ ആദ്യം ഇൻപുട്ടും ദെൻ ഔട്ട്പുട്ടും ആണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ എയും അതുപോലെ തന്നെ ഇവിടെ വയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള വൈയും നമ്മളവിടെ കൊടുക്കണം. ഇപ്പം നമ്മളവിടെ ആ ഒരു ഇൻസ്റ്റാൻഷിയേഷൻ കഴിഞ്ഞു. ഈ ടെസ്റ്റ് ബെഞ്ച് റണ്ണ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടുകൾ കൊടുക്കണം അല്ലേ, ഡിഫറെൻറ്റ് ഇൻപുട്ടുകൾ കൊടുക്കണം. സോ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ഇൻപുട്ട് ആയതുകൊണ്ട് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമുക്കവിടെ വരിക. സോ ഈ ഒരു പോസിബിൾ കോമ്പിനേഷൻസുകൾ നമ്മളവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളവിടെ ഇനീഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇനീഷ്യൽ എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, അതിനുശേഷം ബിഗിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ബിഗിൻ ചെയ്യാണ്. സോ ബിഗിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എൻഡ് അവിടെ ആവശ്യമുണ്ട്. സോ നമ്മളവിടെ എൻഡ് കൊടുക്കുകയാണ്. ഇതിനകത്താണ് നമ്മളുടെ പോസിബിൾ കോമ്പിനേഷൻസ് കൊടുക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്കിവിടെ ഇൻപുട്ട് എ ആണുള്ളത്. ആ എക്ക് 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന 2 കോമ്പിനേഷൻസേ നമുക്ക് വരുന്നുള്ളൂ. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, എ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, സോ ആദ്യം ഞാൻ കൊടുക്കുന്നു എക്ക് വാല്യൂ 0. ഇനി എനിക്ക് എയുടെ വാല്യൂ 0യിൽ നിന്ന് 1ലേക്ക് മാറ്റണം. സോ അത് നമ്മൾ കൊടുക്കുന്നത് ഒരു 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഐ എം പുട്ടിങ് എ ടൈം ഫ്രെയിം, ഒരു 10 നാനോ സെക്കൻഡ്സ് ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതിന് ശേഷം ഐ എം പുട്ടിങ് എ ഈസ് ഈക്വൽ ടു 1 ആയിട്ട് കൊടുക്കുകയാണ്. സോ ആദ്യത്തെ കോമ്പിനേഷൻ എ ഈസ് ഈക്വൽ ടു 0 കൊടുത്തു, then after 10 nanoseconds a is equal to 1 കൊടുത്തു, then again I am giving ആ ഒരു റിസൾട്ട് എനിക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് again ഒരു 10 നാനോസെക്കൻഡ്സും കൂടെ ഞാനവിടെ കൊടുക്കുന്നു. സോ എൻ്റെ കോമ്പിനേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഫിനിഷ് ദാറ്റ്. സോ $finish എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നമ്മളവിടെ കൊടുക്കുക. സോ ഇപ്പം നമുക്ക് ടെസ്റ്റ് ബെഞ്ച് എഴുതി കഴിഞ്ഞു. സോ ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ബെഞ്ചിൻ്റെ പേര് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇൻപുട്ട് രജിസ്റ്റർ ആയിട്ടും ഔട്ട്പുട്ട് വയറായിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഏത് പ്രോഗ്രാമാണോ നമുക്ക് റൺ ചെയ്യേണ്ടത് അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യുക. ദെൻ നമ്മൾ ആ പോസിബിൾ കോമ്പിനേഷൻസ് ഇവിടെ ഇതുപോലെ ഇനീഷ്യൽ ബിഗിൻ അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ പോസിബിൾ കോമ്പിനേഷൻസ് ഒരു ഇൻ്റർവെൽ ഇട്ടിട്ട് നമ്മളവിടെ കൊടുക്കുകയാണ്. സോ എൻ്റെ പ്രോഗ്രാമിങ് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റിൽ എൻ്റെ മൊഡ്യൂളാണ്. സോ ഞാനിത് സേവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത് റൺ ചെയ്യാണ്. സോ ഇതൊന്ന് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്കിമാറ്റിക് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ RTL അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഓപ്പൺ ഇലാബറേറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സോ അത് ചെയ്യുന്ന സമയത്ത് 1-2 പ്രോസസ്സ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കാനുണ്ട്. സോ ഞാൻ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം അത് റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് എനിക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ അത് ഒന്ന് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് പ്രോസസ്സ് ആയതിന് ശേഷം നമുക്കിവിടെ സ്കിമാറ്റിക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ നോട്ട് ഗേറ്റ് ആണ് ഇവിടെ. അതിൽ ഇൻപുട്ട് എ ആയിട്ടും ഔട്ട്പുട്ട് വൈ ആയിട്ടും ഇവിടെ കാണുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്കിമാറ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നോട്ട് ഗേറ്റിൻ്റെ ആ ടെസ്റ്റ് ബെഞ്ച് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ടെസ്റ്റ് ബെഞ്ച് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിമുലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ റൺ സിമുലേഷൻ ക്ലിക്ക് ചെയ്യുക, റൺ ബിഹേവിയറൽ സിമുലേഷൻ. സോ അത് കുറച്ച് പ്രോസസ്സ് അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. സോ അതിനുള്ള കുറച്ച് ടൈം ഇനീഷ്യലി അവിടെ എടുക്കും. സോ ആ ഒരു സിമുലേഷൻ അവിടെ റൺ ചെയ്യുകയാണ്. സോ സിമുലേഷൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ ഒരു പുതിയൊരു വിൻഡോ പോപ്പപ്പായി വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ഇങ്ങനെ ഗ്രീൻ ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസുകളും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സിമ്പിൾ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് സൂം ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പോസിബിൾ ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. സോ നമ്മളിവിടെ നോക്കിയാൽ കാണാം എ എന്ന് പറയുന്ന ഇൻപുട്ടും വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ടും എനിക്കവിടെ കാണുന്നുണ്ട്. സോ ഇവിടെ ഒരു യെല്ലോ ലൈൻ അവൈലബിൾ ആണ്. നമ്മളതവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് ആ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. സോ ഇവിടെ എക്ക് ഞാൻ 0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എനിക്ക് എന്ത് കിട്ടി, 1 ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്ക് ഞാൻ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം
10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് വരുന്നത്. സോ അടുത്ത 20 നാനോ സെക്കൻഡ്സ് വരെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ നോക്കിയാൽ ഈ ഗ്രീൻ ലൈന് 0-ൽ നിന്ന് 1-ലേക്ക് ട്രാൻസിഷൻ ചെയ്തെന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ 1 വന്നപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായി? 0 ആയി. സോ ഇവിടെ വൈയിൽ 1 ആയിരുന്നു ആദ്യം, അത് നേരെ 0-ലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സിമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രാഫ് നമുക്കിവിടെ കാണാവുന്നതാണ്. സോ ഇതുപോലെ നമുക്ക് ഏതൊരു ഗേറ്റ്സുകളും റണ്ണ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാഫുകൾ ഇതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. നോട്ട് ഗേറ്റിൻ്റെ സിമുലേഷൻ നമ്മളിവിടെ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അതർ ഗേറ്റ്സിൻ്റെ സിമുലേഷൻ ചെയ്യാവുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. സോ ഇതിൽ സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിൻ്റെ തന്നെ ഡാറ്റ ഫ്ലോ മോഡലിംഗ് അവൈലബിൾ ആണ്, അതുപോലെ ബിഹേവിയറൽ മോഡലിംഗും അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റെപ്സ് എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഓൺലി തിങ് നമുക്ക് ഡാറ്റ ഫ്ലോ ആണെങ്കിൽ നമ്മളിവിടെ അസൈൻ എന്ന് പറയുന്ന ഒരു ലൈനാണ് യൂസ് ചെയ്യുക. സോ y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് ഓഫ് എ എന്നുള്ള ഒരു സിമ്പിളാണ്. സോ ഇതാണ് നമ്മളവിടെ ഡാറ്റ ഫ്ലോയിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബിഹേവിയറൽ മോഡലാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ സി പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ്. അവിടെ നമ്മൾ ഓൾവേസ് അറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കും. അതായത് എയുടെ വാല്യൂ എപ്പോൾ ചേഞ്ച് ആവുമ്പോഴും എന്ത് സംഭവിക്കണമെന്നാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എയുടെ കോംപ്ലിമെൻ്റ് ആവണം എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷമാണ് ടെസ്റ്റ് ബെഞ്ച് നമുക്കിതിൽ വരുന്നത്. സോ ടെസ്റ്റ് ബെഞ്ചിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ളത്, ഇപ്പം ഡാറ്റ ഫ്ലോ മോഡലിങ്ങിന് വേറൊരു പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ആ പേരായിരിക്കണം ഇവിടെ ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഫയൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യമുള്ള പ്രോഗ്രാംസുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു നോട്ട് ഗേറ്റ് സിംഗിൾ ഇൻപുട്ടാണ്. ഞാനൊരു 2 ഇൻപുട്ടിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഞാനിത് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. സോ ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഫയൽ റിമൂവ് ചെയ്യുകയാണ്. സിമുലേഷൻ സോഴ്സും ഉണ്ട്, അതും നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു സോഴ്സ് മേക്ക് ചെയ്യാം. സോ ആഡ് ഓർ ക്രിയേറ്റ് ഡിസൈൻ സോഴ്സ് ആണ്. ഇവിടുന്ന് ക്രിയേറ്റ് ഫയൽ കൊടുക്കാം. ഇവിടെ ആൻഡ് ഗേറ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ and_gate എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ കൊടുക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പേര് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കീവേഡുകളൊന്നും യൂസ് ചെയ്യാതെ, അതുപോലെ തന്നെ സ്പേസ് വരാതെയും ശ്രദ്ധിക്കുക. ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് എന്നോടിവിടെ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെ കൊടുത്തിരുന്നു. സോ തൽക്കാലം ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം പ്രോഗ്രാമിൽ വന്നിട്ട് പ്രോഗ്രാമിനകത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സോ ഇവിടെ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വന്നിട്ടുണ്ട്. സോ ഞാൻ ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്തു. ഇതിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി. ദെൻ ഇതാണ് ഇവിടെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ മൊഡ്യൂളിൻ്റെ പേര് കാണാം, പക്ഷേ ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഒന്നും കാണുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ആ വാല്യൂസ് കൊടുത്തിട്ടില്ല. സോ നമുക്ക് പ്രോഗ്രാമിൽ തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് ഇൻപുട്സും ഔട്ട്പുട്ടും ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ വെച്ച് ചെയ്തിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഡാറ്റ ഫ്ലോ ചെയ്യാം. സോ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞ് എൻ മൊഡ്യൂളിന് മുമ്പായിട്ട് നമുക്ക് ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. സോ അസൈൻ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് അസൈൻ എന്ന് പറയുന്നത് എന്താണ്? y ഈസ് ഈക്വൽ ടു a and b ആണ് വേണ്ടത്. സോ a ആംബസൻ ബി എന്ന് പറയുന്ന കീവേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. സോ ഈ ആംബസൻ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ് ഓപ്പറേഷൻസ് തന്നെയാണ്. അത് വെരിലോഗിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. സോ അസൈൻ y ഈസ് ഈക്വൽ ടു a and b എന്നവിടെ കൊടുക്കുന്നു. ദെൻ എൻഡ് മൊഡ്യൂളാണ് അവിടെ വന്നിട്ടുള്ളത്. സോ ഞാനിത് ജസ്റ്റ് സേവ് ചെയ്യാണ്. സോ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ബെഞ്ച് എഴുതുക എന്നുള്ളതാണ്. സോ ടെസ്റ്റ് ബെഞ്ച് അല്ലാതെ മറ്റൊരു മെത്തേഡ്, നമ്മൾ മറ്റൊരു ടെസ്റ്റ് ബെഞ്ച് പ്രോഗ്രാം എഴുതാതെ തന്നെ മാനുവലി വേണമെങ്കിലും നമുക്കിത് സിമുലേഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് റൺ സിന്തസിസ് ചെയ്തിട്ട് അതിലേക്ക് പോകാം, അല്ലെങ്കിൽ റൺ സിമുലേഷൻ ചെയ്താലും നമുക്കവിടെ എറേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കുന്നതാണ്. സോ ഞാനത് ജസ്റ്റ് സിമുലേറ്റ് ചെയ്യുകയാണ്. സോ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
സിമുലേഷനിനകത്ത് റൺ സിമുലേഷൻ ചെയ്യാവുന്നതാണ്. സോ സിമുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്രാഫ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ തവണ ടെസ്റ്റ് ബെഞ്ചിനകത്ത് പോസിബിൾ ഇൻപുട്സുകൾ കൊടുത്തതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് ബെഞ്ച് എഴുതാതെ മാനുവലി ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇനീഷ്യലി ജസ്റ്റ് Z എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൾ വാല്യൂ ആണ് അവിടെ കാണിക്കുക. നമ്മളവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എയ്ക്ക് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊടുക്കാം. സോ ഇനീഷ്യലി ഞാൻ 0 കൊടുക്കുകയാണ് എയ്ക്ക്. അതുപോലെ തന്നെ ബിക്ക് ഞാൻ വാല്യൂ കൊടുക്കുകയാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് 0 കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഒരു റണ്ണിൻ്റെ സിമ്പിൾ ഉണ്ട്. സോ റൺ ഫോർ 10 നാനോ സെക്കൻഡ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എക്സിക്യൂട്ട് ആവും. സോ ഇവിടെ എയ്ക്കും ബിക്കും 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. സോ നമുക്ക് അടുത്ത കോമ്പിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സോ ഇനി എനിക്ക് ബിക്ക് 1 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കണം. സോ ബിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എടുക്കുക, എന്നിട്ട് അവിടെ 1 കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം എഗെയിൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കാണാം. ഇവിടെ എയ്ക്ക് 0, ബിക്ക് 1 ആണ്. സോ വൈക്ക് 0 ആണുള്ളത്. ഇനി എനിക്ക് എയിലും 1 കൊടുക്കണം എന്നുണ്ടെങ്കിൽ എയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോഴ്സ് കോൺസ്റ്റൻറ്റിൽ നമ്മൾ 1 വാല്യൂ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, എന്നിട്ട് എഗെയിൻ നമ്മൾ റൺ ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ രണ്ടും 1 ആയ സമയത്ത് ഔട്ട്പുട്ട് എനിക്ക് 1 ആയിട്ടുണ്ട്. സോ ഈ വാല്യൂസ് എല്ലാം എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ സൂം ഫിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വാല്യൂസ് ഓരോന്നും കാണാം. ഈ യെല്ലോ ലൈന് നമ്മൾ എവിടെ കൊണ്ടുവെക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ കാണിക്കും. 0 0 ആകുമ്പോൾ 0 ആണ്, അതുപോലെ തന്നെ 0 1 ആകുമ്പോൾ 0 ആണ്, അതുപോലെ 1 1 ആകുമ്പോൾ. ഇതുപോലെ എല്ലാ കോമ്പിനേഷൻസും മാനുവലി കൊടുത്ത് ഓരോ തവണയും റണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രാഫ് കിട്ടും. ഇങ്ങനെ മാനുവലി ചെയ്യുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ബെഞ്ചിനകത്ത് നമുക്ക് ഈ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം കൊടുത്തിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ സിമുലേഷൻസുകളും ഗ്രാഫിൽ കാണുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ വെരിലോഗിൽ ഒരു സിമ്പിളായിട്ട് പ്രോഗ്രാം വിവാഡോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.